നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിനു മാത്രമല്ല, നമ്മെ ചേർത്തു പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും. മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല, ഭാവവും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും. ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിലൊരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്കറിഞ്ഞാൽ മതി. പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. മാതൃഭാഷ അനേകം ഭാവനാബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്തു നിർത്തുന്നു. മാതൃഭാഷയും സൗന്ദര്യബോധവും. പി. പവിത്രൻ.